ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ പ്രൊഫസർ അംബ്രിഡ്ജ് എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ലേറ്റ് ആവാൻ കാരണം ഐ എം റിയലി ഡീമോട്ടിവേറ്റഡ്. എനിക്ക് ഒരു സബ്സ്ക്രൈബർ പോലും കൂടാത്ത സമയത്ത് ഐ ഫീൽ ലൈക്ക് എന്തിനാ ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് വളരെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കൊടുക്കുക, കാരണം അതാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ കഥ അവസാനം പറഞ്ഞു നിർത്തിയത് ഹാരി റോണിനോടും ഹെർമിയോണിയോടും വഴക്കിട്ട് പ്രൊഫസർ ട്രിലോണിയുടെ ഡിവിനേഷൻ്റെ ക്ലാസ്സിൽ പോയി ഇരിക്കുന്നിടത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ കഥയിലേക്ക് കടക്കാം. പക്ഷേ നീ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിർത്തിയാൽ നന്നായിരിക്കുമെന്ന് ഹെർമിയോണി പറയുന്നു. റോൺ അറിയിച്ചു. ഞാൻ സന്ദേശം കൈമാറിയതാണ്, റോൺ അവനെ മറികടന്ന് പറഞ്ഞു. പക്ഷെ അവൾ പറയുന്നത് ശരിയാണ്. സീമസും സ്നേപ്പും നിന്നോടങ്ങനെ പെരുമാറുന്നത് ഞങ്ങളുടെ തെറ്റല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുഡ് ഡേ, പ്രൊഫസർ ട്രിലോണി തൻ്റെ പതിവ് മങ്ങിയ സ്വപ്നതുല്യമായ ശബ്ദത്തിൽ ആശംസിച്ചു. ഹാരി മൗനം പാലിച്ചു. വീണ്ടും തന്നെക്കുറിച്ച് മടുപ്പും നേരിയ ലജ്ജയും അവന് തോന്നി. ഡിവിനേഷനിലേക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായും അവധിക്കാലത്ത് ഞാൻ നിങ്ങളുടെ എല്ലാം ഭാഗ്യം നോക്കിയിരുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതമായി ഹോഗ്വാർട്സിലേക്ക് മടങ്ങിയെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനിഗോ ഇമാഗോ എഴുതിയ ദ ഡ്രീം ഒറാക്കിൾ എന്ന പുസ്തകത്തിൻ്റെ പകർപ്പുകൾ നിങ്ങളുടെ മുന്നിലുള്ള മേശകളിൽ കാണാം. സ്വപ്നവ്യാഖ്യാനം ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. അത് നിങ്ങളുടെ ഔളിൽ പരീക്ഷിക്കപ്പെടും. പരീക്ഷാ വിജയങ്ങളോ പരാജയങ്ങളോ ഭാവി പ്രവചിക്കൽ എന്ന പവിത്രമായ കലയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കത് കാണാനുള്ള കണ്ണുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകളും ഗ്രേഡുകളും ഒന്നും ഒരു പ്രശ്നമേ അല്ല. എന്നിരുന്നാലും നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഹെഡ് മാസ്റ്റർ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രൊഫസർ ട്രിലോണി പരീക്ഷകൾ പോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾക്ക് മുകളിലാണ് തൻ്റെ വിഷയത്തെ പരിഗണിച്ചിരുന്നതെന്ന് വ്യക്തമാക്കിയപ്പോൾ അവളുടെ ശബ്ദം മൃദുവായി ഇടറിപ്പോയി. ആമുഖത്തിൽ സ്വപ്നവ്യാഖ്യാനത്തെക്കുറിച്ച് ഇമാഗോ എന്താണ് പറയുന്നതെന്ന് വായിക്കുക. പിന്നെ ജോഡികളായി മാറി ഡ്രീം ഒറാക്കിൾ ഉപയോഗിച്ച് പരസ്പരം നിങ്ങൾ കണ്ട പുതിയ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക. ചെയ്തോളൂ. ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു നല്ല കാര്യം അതൊരു ഇരട്ട പീരീഡ് ആയിരുന്നില്ല എന്നതാണ്. എല്ലാവരും പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചു തീർന്നപ്പോഴേക്കും സ്വപ്നവ്യാഖ്യാനത്തിന് അവർക്ക് 10 മിനിറ്റ് മാത്രമേ അവശേഷിച്ചുള്ളൂ. ഹാരിയുടെയും റോണിൻ്റെയും അടുത്തുള്ള മേശയിൽ ഡീൻ നെവിലുമായി ജോഡിയായി മുത്തശ്ശിയുടെ ഏറ്റവും മികച്ച തൊപ്പി ധരിച്ച ഒരു ഭീമൻ കത്രികയെക്കുറിച്ചുള്ള ഒരു പേടി സ്വപ്നത്തിൻ്റെ ദീർഘമായ വിശദീകരണം നെവിൽ ഉടൻ ആരംഭിച്ചു. ഹാരിയും റോണും പരസ്പരം മ്ലാനതയോടെ നോക്കി. എനിക്കൊരു സ്വപ്നവും ഓർമ്മയില്ല, റോൺ പറഞ്ഞു. നീയൊന്ന് പറ, നീ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്ക്, ഹാരി അക്ഷമയോടെ പറഞ്ഞു. തൻ്റെ സ്വപ്നങ്ങൾ ആരുമായും പങ്കുവെക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. ഒരു ശ്മശാനത്തെക്കുറിച്ചുള്ള തൻ്റെ പതിവ് പേടി സ്വപ്നത്തിൻ്റെ അർത്ഥമെന്താണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. റോണോ പ്രൊഫസർ ട്രിലോണിയോ മണ്ടൻ പുസ്തകമായ ഡ്രീം ഒറാക്കിളോ അതിൻ്റെ വ്യാഖ്യാനം അവനോട് പറയേണ്ടതില്ലായിരുന്നു. ശരി, കഴിഞ്ഞ രാത്രി ഞാൻ ക്വിഡിച്ച് കളിക്കുന്ന സ്വപ്നം കണ്ടു, റോൺ മുഖം ചുളിച്ചുകൊണ്ട് ഓർത്തെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? അത് നിന്നെ ഒരു ഭീമൻ മാഷ്മേലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിന്നാൻ പോവുകയാണെന്ന്. ഹാരി താല്പര്യമില്ലാതെ ദ ഡ്രീം ഒറാക്കിളിൻ്റെ പേജുകൾ മറിച്ചുകൊണ്ട് പറഞ്ഞു. ഒറാക്കിളിൽ സ്വപ്നങ്ങളുടെ അർത്ഥം നോക്കുന്നത് വളരെ വിരസമായ ജോലിയായിരുന്നു. പ്രൊഫസർ ട്രിലോണി 1 മാസത്തേക്ക് കാണുന്ന സ്വപ്നങ്ങൾ ഡയറി എഴുതണമെന്ന് പറഞ്ഞ് ഹോംവർക്ക് നൽകിയത് ഹാരിക്ക് ഒട്ടും ഇഷ്ടമായില്ല. മണി മുഴങ്ങിയപ്പോൾ അവനും റോണും ഗോവണിയിലൂടെ തിരികെ നടന്നു. റോൺ ഉച്ചത്തിൽ പിറുപിറുത്തു. ഇപ്പോൾ തന്നെ
എത്ര ഹോംവർക്ക് ആയെന്നറിയാമോ? ജെൻവാർസിനെ കുറിച്ചുള്ള 1.5 അടി നീളമുള്ള ഒരു ഉപന്യാസം ബിൻസ് തന്നിട്ടുണ്ട്. സ്നേപ്പ് മോൺസ്റ്റോണിന്റെ ഉപയോഗങ്ങളെക്കുറിച്ച് 1 അടി നീളമുള്ളത്. ഇപ്പോൾ ട്രിലോണിയും. ഫ്രെഡും ജോർജും ഔൾ വർഷത്തെക്കുറിച്ച് പറഞ്ഞത് സത്യം തന്നെ. ഇനി ആ അംബ്രിഡ്ജെങ്കിലും ഒന്നും തരാതിരുന്നാൽ മതിയായിരുന്നു. ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് ക്ലാസ് മുറിയിൽ അവർ പ്രവേശിച്ചപ്പോൾ പ്രൊഫസർ അംബ്രിഡ്ജ് മേശക്കപ്പുറത്തിരിക്കുന്നത് അവർ കണ്ടു. തലേരാത്രിയിലെ മൃദുവായ പിങ്ക് കാർഡിഗനും തലയിൽ കറുത്ത വെൽവെറ്റ് ബോയും അവൾ ധരിച്ചിരുന്നു. വലിയ ഒരു തവളയുടെ മുകളിലിരിക്കുന്ന ഒരു വലിയ ഈച്ചയെ അത് വീണ്ടും ഹാരിയെ ഓർമ്മിപ്പിച്ചു. മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്ലാസ് നിശബ്ദമായിരുന്നു. പ്രൊഫസർ അംബ്രിഡ്ജ് ഇതുവരെ എത്രത്തോളം കർക്കശക്കാരിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വെൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒടുവിൽ മുഴുവൻ ക്ലാസും ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു. മറുപടിയായി കുറച്ചാളുകൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പെറുപെറുത്തു. പ്രൊഫസർ അംബ്രിഡ്ജ് തലയാട്ടി. ഇതിവിടെ നടക്കില്ല. പ്ലീസ്, നിങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ പ്രൊഫസർ അംബ്രിഡ്ജ് എന്ന് മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ്. ഗുഡ് ആഫ്റ്റർനൂൺ പ്രൊഫസർ അംബ്രിഡ്ജ്. അവർ അവൾക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചു. അതെ, അങ്ങനെ, പ്രൊഫസർ അംബ്രിഡ്ജ് മധുരമായി പറഞ്ഞു. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല അല്ലേ? ദയവായി വാൻസ് മാറ്റി ക്വിൽസ് എടുക്കുക. ക്ലാസ്സിലെ പലരും മ്ലാനമായ നോട്ടങ്ങൾ കൈമാറി. അവർക്ക് രസകരമായി തോന്നിയ ഒരു ക്ലാസ്സിലും വടിമാറ്റുക എന്ന ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹാരി തന്റെ വടി ബാഗിലേക്ക് തിരികെ തിരുകി ക്വിൽ, മഷി, കടലാസ് എന്നിവ പുറത്തെടുത്തു. പ്രൊഫസർ അംബ്രിഡ്ജ് അവളുടെ ഹാൻഡ് ബാഗ് തുറന്നു. അസാധാരണമാം വിധം നീളം കുറഞ്ഞ സ്വന്തം വടി പുറത്തെടുത്തു. കറുത്ത ബോർഡിൽ അതുകൊണ്ട് തട്ടി. ഉടനെ ബോർഡിൽ വാക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ്, അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള ഒരു മടക്കം. ശരി, ഇപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ പഠനം എപ്പോഴും തടസ്സം നിറഞ്ഞതും പൂർണ്ണമല്ലാത്തതും ആയിരുന്നല്ലേ? പ്രൊഫസർ അംബ്രിഡ്ജ് ക്ലാസ്സിന് അഭിമുഖമായി തിരിഞ്ഞ് കൈകൾ വൃത്തിയായി തന്റെ മുന്നിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അധ്യാപകരുടെ നിരന്തരമായ മാറ്റവും അതിൽ തന്നെ ചിലർ മന്ത്രാലയം അംഗീകരിച്ച ഒരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാത്തതും ഒക്കെ കാരണം നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഔൾ വർഷത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം നിങ്ങൾക്കിപ്പോൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ വർഷം മന്ത്രാലയം അംഗീകരിച്ച തിയറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഡിഫൻസീവ് മാജിക്കിന്റെ കേന്ദ്രീകൃത കോഴ്സാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദയവായി ഇനി പറയുന്നവ എഴുതുക. അവൾ വീണ്ടും ബ്ലാക്ക് ബോർഡിൽ തട്ടി. ആദ്യത്തെ സന്ദേശം അപ്രത്യക്ഷമായി. പകരം പഠന ലക്ഷ്യം എന്ന് വന്നു. 1. ഡിഫൻസീവ് മാജിക്കിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കൽ. 2. ഡിഫൻസീവ് മാജിക് നിയമപരമായി ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക. 3. ഡിഫൻസീവ് മാജിക്കിന്റെ ഉപയോഗം പ്രാക്ടിക്കൽ ഉപയോഗത്തിനുള്ള ഒരു സന്ദർഭത്തിൽ സ്ഥാപിക്കുക. കുറച്ചു നിമിഷത്തേക്ക് മുറി ക്വില്ലുകൾ കടലാസിൽ ഉരയുന്ന ശബ്ദം കൊണ്ട് നിറഞ്ഞു. പ്രൊഫസർ അംബ്രിഡ്ജിന്റെ 3 കോഴ്സ് ലക്ഷ്യങ്ങൾ എല്ലാവരും പകർത്തി എഴുതി തീർന്നപ്പോൾ അവൾ ചോദിച്ചു, വിൽബർട്ട് സ്ലിംഗാർഡിന്റെ ഡിഫൻസീവ് മാജിക്കൽ തിയറിയുടെ പകർപ്പ് എല്ലാവരുടെയും കൈവശമുണ്ടോ? ക്ലാസ്സിലുടനീളം സമ്മതത്തിന്റെ ഒരു മങ്ങിയ പിറുപിറുപ്പ് ഉയർന്നു. ഞാൻ ഒന്നുകൂടി ചോദിക്കാം, പ്രൊഫസർ അംബ്രിഡ്ജ് തുടർന്നു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതേ പ്രൊഫസർ അംബ്രിഡ്ജ് അല്ലെങ്കിൽ ഇല്ല പ്രൊഫസർ അംബ്രിഡ്ജ് എന്ന് നിങ്ങൾ മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിൽബർട്ട് സ്ലിംഗാർഡിന്റെ ഡിഫൻസീവ് മാജിക്കൽ തിയറിയുടെ പകർപ്പ് എല്ലാവരുടെയും കൈവശം ഉണ്ടോ? ഉണ്ട് പ്രൊഫസർ അംബ്രിഡ്ജ്. മുറിയിലാകെ മണി മുഴങ്ങി. നല്ലത്, പ്രൊഫസർ അംബ്രിഡ്ജ് പറഞ്ഞു. നിങ്ങൾ 5-ാം പേജിലേക്ക് മറിച്ച് ചാപ്റ്റർ 1
തുടക്കക്കാർക്കുള്ള അടിസ്ഥാനങ്ങൾ വായിക്കുക. സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രൊഫസർ അംബ്രിഡ്ജ് ബ്ലാക്ക് ബോർഡ് വിട്ട് അധ്യാപകരുടെ മേശയ്ക്ക് പിന്നിലെ കസേരയിലിരുന്ന് ആ കുഴിഞ്ഞ തവള കണ്ണുകളോടെ എല്ലാവരെയും നിരീക്ഷിച്ചു. ഹാരി തന്റെ ഡിഫൻസീവ് മാജിക്കൽ തിയറിയുടെ 5-ാം പേജ് മറിച്ച് വായിക്കാൻ തുടങ്ങി. അത് തീർത്തും വിരസമായിരുന്നു, പ്രൊഫസർ ബിൻസിനെ ശ്രദ്ധിക്കുന്നത് പോലെ. തന്റെ ശ്രദ്ധ തന്നിൽ നിന്ന് അകന്നു പോകുന്നതായി ഹാരിക്ക് തോന്നി. നിരവധി നിശബ്ദ നിമിഷങ്ങൾ കടന്നുപോയി. അവന്റെ അരികിൽ റോൺ പേജിലെ അതേ സ്ഥലത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. ഹാരി വലത്തേക്ക് നോക്കി. ഒരത്ഭുതം അവനെ മയക്കത്തിൽ നിന്ന് ഉണർത്തി. ഹെർമിയോണി ഡിഫൻസീവ് മാജിക്കൽ തിയറിയുടെ ബുക്ക് തുറക്കുക പോലും ചെയ്യാതെ കൈ വായുവിൽ ഉയർത്തി പ്രൊഫസർ അംബ്രിഡ്ജിനെ നോക്കിയിരിക്കുന്നു. നിർദ്ദേശിച്ച ഒരു ബുക്ക് ഹെർമിയോണി വായിക്കാൻ മറന്നുപോയതായോ അവളുടെ മൂക്കിന് താഴെ വരുന്ന ഏതെങ്കിലും പുസ്തകം തുറക്കാനുള്ള പ്രലോഭനത്തെ ചെറുത്തതായോ ഒരു സംഭവം ഹാരിക്ക് ഓർമ്മയില്ല. അവൻ അവളെ നോക്കി. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നില്ലെന്ന് സൂചിപ്പിക്കും വിധം അവൾ തലയാട്ടി. മറ്റൊരു ദിശയിൽ ദൃഢനിശ്ചയത്തോടെ നോക്കുന്ന പ്രൊഫസർ അംബ്രിഡ്ജിനെ തുറിച്ചു നോക്കൽ തുടർന്നു. എന്നിരുന്നാലും കുറച്ചു മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ തുടക്കക്കാർക്കുള്ള അടിസ്ഥാന കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നതിനു പകരം പ്രൊഫസർ അംബ്രിഡ്ജിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഹെർമിയോണിയുടെ നിശബ്ദ ശ്രമം കാണാൻ കൂടുതൽ കുട്ടികൾ തീരുമാനിച്ചു. ഇനി ആ സാഹചര്യം അവഗണിക്കാൻ കഴിയില്ലെന്ന് പ്രൊഫസർ അംബ്രിഡ്ജിന് മനസ്സിലായി. അധ്യായത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ഡിയർ? അവൾ ഹെർമിയോണിയോട് ചോദിച്ചു. ഇപ്പോൾ മാത്രമാണ് അവളെ ശ്രദ്ധിച്ചത് എന്ന മട്ടിൽ. അല്ല, അധ്യായത്തെക്കുറിച്ചല്ല, ഹെർമിയോണി മറുപടി നൽകി. ശരി, എങ്കിൽ വായിച്ചോളൂ. പ്രൊഫസർ അംബ്രിഡ്ജ് തന്റെ ചെറിയ കൂർത്ത പല്ലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസിന്റെ അവസാനം അവയ്ക്ക് ഉത്തരം നൽകാം. കോഴ്സിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്, ഹെർമിയോണി പറഞ്ഞു. പ്രൊഫസർ അംബ്രിഡ്ജ് പുരികമുയർത്തി. നിങ്ങളുടെ പേരെന്താണ്? ഹെർമിയോണി ഗ്രേഞ്ചർ. ശരി മിസ് ഗ്രേഞ്ചർ. ശ്രദ്ധാപൂർവം വായിച്ചാൽ കോഴ്സിന്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു. പ്രൊഫസർ അംബ്രിഡ്ജിന്റെ ശബ്ദം ഉറച്ചു. എനിക്ക് വ്യക്തമായില്ല, ഹെർമിയോണി തുറന്നു പറഞ്ഞു. പ്രതിരോധ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അവിടെ ഒന്നും എഴുതിയിട്ടില്ല. ബ്ലാക്ക് ബോർഡിൽ ഇപ്പോഴും എഴുതിയിരിക്കുന്ന 3 കോഴ്സ് ലക്ഷ്യങ്ങൾക്ക് നേരെ നെറ്റിച്ചുളിച്ചുകൊണ്ട് ക്ലാസ്സിലെ നിരവധി അംഗങ്ങൾ ഒരു ചെറിയ നിശബ്ദത പാലിച്ചു. പ്രതിരോധ മന്ത്രം ഉപയോഗിക്കലോ? ചുണ്ടിൽ നേർത്ത പുഞ്ചിരി ചാത്തി പ്രൊഫസർ അംബ്രിഡ്ജ് ആവർത്തിച്ചു. എന്തിനെ? എന്റെ ക്ലാസ് മുറിയിൽ പ്രതിരോധ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല. മിസ് ഗ്രേഞ്ചർ, ക്ലാസ് സമയത്ത് ആക്രമിക്കപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മാജിക് ഉപയോഗിക്കാൻ പോകുന്നില്ലേ? റോൺ ഉറക്കെ വിളിച്ചു ചോദിച്ചു. എന്റെ ക്ലാസ്സിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൈ ഉയർത്തു മിസ്റ്റർ വീസ്ലി. റോൺ കൈ വായുവിലേക്ക് ഉയർത്തി പറഞ്ഞു. പ്രൊഫസർ അംബ്രിഡ്ജ് കൂടുതൽ വിശാലമായി പുഞ്ചിരിച്ചുകൊണ്ട് പുറം തിരിഞ്ഞു നിന്നു. ഹാരിയും ഹെർമിയോണിയും ഉടൻ തന്നെ കൈകൾ ഉയർത്തി. പ്രൊഫസർ അംബ്രിഡ്ജിന്റെ കണ്ണുകൾ ഒരു നിമിഷം ഹാരിയിൽ തങ്ങി നിന്ന് ഹെർമിയോണിയെ അഭിസംബോധന ചെയ്തു. യെസ് മിസ് ഗ്രേഞ്ചർ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്, ഹെർമിയോണി പറഞ്ഞു. ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സിന്റെ യഥാർത്ഥ ഉദ്ദേശം പ്രതിരോധ മന്ത്രങ്ങൾ പരിശീലിക്കുക എന്നതല്ലേ? മിസ് ഗ്രേഞ്ചർ, നിങ്ങൾ മന്ത്രാലയ പരിശീലനം നേടിയ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണോ? പ്രൊഫസർ അംബ്രിഡ്ജ് തന്റെ വ്യാജ മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. അല്ല, പക്ഷേ അപ്പോൾ ഓരോ ക്ലാസിന്റെയും യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെക്കാൾ വളരെ പ്രായമുള്ളവരും ബുദ്ധിമാന്മാരുമായ മാന്ത്രികരാണ് ഞങ്ങളുടെ പുതിയ പഠന പദ്ധതി വികസിപ്പിച്ചെടുത്തത്. സുരക്ഷിതവും അപകടരഹിതവുമായ രീതിയിൽ നിങ്ങൾ പ്രതിരോധ മന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കും.
അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹാരി ഉറക്കെ ചോദിച്ചു. നമ്മളെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ അത് ഹാൻഡ് മിസ്റ്റർ പോട്ടർ, പ്രൊഫസർ അംബ്രിഡ്ജ് പാടി. ഹാരി വായുവിലേക്ക് മുഷ്ടി ഉയർത്തി. വീണ്ടും പ്രൊഫസർ അംബ്രിഡ്ജ് പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു. പക്ഷേ ഇപ്പോൾ മറ്റ് പല കൈകളും ഉയർന്നു. നിങ്ങളുടെ പേരെന്താണ്? പ്രൊഫസർ അംബ്രിഡ്ജ് ഡീനിനോട് ചോദിച്ചു. ഡീൻ തോമസ്. യെസ് മിസ്റ്റർ തോമസ്. വെൽ, ഹാരി പറഞ്ഞതുപോലെ തന്നെയല്ലേ? ഡീൻ ചോദിച്ചു. നമ്മൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണെങ്കിൽ അതൊരിക്കലും അപകടരഹിതമായിരിക്കില്ല. ഞാൻ ആവർത്തിക്കുന്നു. പ്രൊഫസർ അംബ്രിഡ്ജ് ഡീനിനെ നോക്കി വളരെ അരോചകമായ രീതിയിൽ പുഞ്ചിരിച്ചു. എന്റെ ക്ലാസുകൾക്കിടയിൽ നിങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷേ പ്രൊഫസർ അംബ്രിഡ്ജ് അവനെ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. ഈ സ്കൂളിൽ കാര്യങ്ങൾ നടക്കുന്ന രീതിയെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശാലമായ വായ നീട്ടി ഒരു അവിശ്വസനീയമായ പുഞ്ചിരിയോടെ അവൾ തുടർന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ വളരെ ഉത്തരവാദിത്തമില്ലാത്ത ചില മാന്ത്രികരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും വളരെ ഉത്തരവാദിത്തമില്ലാത്തത്. പറയേണ്ടതില്ലല്ലോ. അവൾ വൃത്തികെട്ട ചിരി ചിരിച്ചു. അങ്ങേയറ്റം അപകടകാരികളായ ഹാഫ് ബ്രീഡ്സ്. പ്രൊഫസർ ലൂപ്പിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ? ഡീൻ ദേഷ്യത്തോടെ ചീറ്റി. അദ്ദേഹമായിരുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത്. കൈ മിസ്റ്റർ തോമസ്, ഞാൻ പറഞ്ഞതുപോലെ സങ്കീർണവും നിങ്ങളുടെ പ്രായക്കാർക്ക് അനുയോജ്യമല്ലാത്തതും മാരകമായേക്കാവുന്നതുമായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡാർക്ക് ആക്രമണങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇല്ല, ഹെർമിയോനി എതിർത്തു. നിങ്ങളുടെ കൈ ഉയർന്നിട്ടില്ല മിസ് ഗ്രൈഞ്ചർ. ഹെർമിയോനി കൈ ഉയർത്തി. പ്രൊഫസർ അംബ്രിഡ്ജ് തിരിഞ്ഞു നിന്നു. എന്റെ മുൻഗാമിയായ അധ്യാപകൻ നിയമവിരുദ്ധമായ കേസുകൾ ചൊല്ലിത്തരിക മാത്രമല്ല നിങ്ങളുടെ മേൽ കേസ് ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നു എന്നോ? ഡീൻ ആവേശത്തോടെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കൂടി ഞങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് പോയിട്ടില്ല മിസ്റ്റർ തോമസ്. പ്രൊഫസർ അംബ്രിഡ്ജ് കുലുങ്ങി. ഇപ്പോൾ മന്ത്രാലയത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ പരീക്ഷയിൽ വിജയിക്കാൻ ഒരു തിയററ്റിക്കൽ നോളജ് മതിയാകും എന്നതാണ്. എല്ലാത്തിനുമുപരി സ്കൂളിന്റെ അർത്ഥം തന്നെ അതാണ്. നിങ്ങളുടെ പേരെന്താണ്? കൈ മുകളിലേക്ക് ഉയർന്ന പാർവതിയെ നോക്കി അവൾ ചോദിച്ചു. പാർവതി പാട്ടീൽ. നമ്മുടെ ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് അവളിൽ പ്രാക്ടിക്കൽസിന്റെ ഒരു വശം ഇല്ലേ? നമുക്ക് കൗണ്ടർ കേസും കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കേണ്ടതല്ലേ? തിയറി നന്നായി പഠിച്ചിട്ടുള്ളിടത്തോളം ശ്രദ്ധാപൂർവം നിയന്ത്രിത പരീക്ഷാ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മന്ത്രങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല, പ്രൊഫസർ അംബ്രിഡ്ജ് നിരാകരിക്കുന്ന രീതിയിൽ പറഞ്ഞു. മുൻകൂട്ടി പരിശീലിക്കാതെയോ? പാർവതി അവിശ്വസനീയതയോടെ ചോദിച്ചു. ആദ്യമായി പരീക്ഷാ സമയത്താണോ മന്ത്രങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ തിയറി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. യഥാർത്ഥ ലോകത്ത് ഈ തിയറി കൊണ്ട് എന്ത് ഗുണമുണ്ടാകും? ഹാരി വീണ്ടും മുഷ്ടി ഉയർത്തി ചോദിച്ചു. പ്രൊഫസർ അംബ്രിഡ്ജ് നോക്കി. ഇത് സ്കൂളാണ് മിസ്റ്റർ പോട്ടർ, യഥാർത്ഥ ലോകമല്ല, അവൾ മൃദുവായി പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തു കാത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടതില്ലേ? അവിടെ ഒന്നും കാത്തിരിക്കുന്നില്ല മിസ്റ്റർ പോട്ടർ. ഓ അതെ, ഹാരി പറഞ്ഞു. ദിവസം മുഴുവൻ അടങ്ങിക്കിടന്ന അവന്റെ കോപം തിളച്ചു മറിയുകയായിരുന്നു. നിങ്ങളെപ്പോലുള്ള കുട്ടികളെ ആക്രമിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? പ്രൊഫസർ അംബ്രിഡ്ജ് മധുരമുള്ള സ്വരത്തിൽ ചോദിച്ചു. അതായത്, ഹാരി പരിഹാസരൂപേണ ചിന്താകുലമായ സ്വരത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ലോർഡ് വോൾഡമോർട്ട് ആയാലോ? റോണിന് വീർപ്പുമുട്ടി. ലാവൻഡർ ബ്രൗൺ ഒരു ചെറിയ നിലവിളി പുറപ്പെടുവിച്ചു. നെവിൽ സ്റ്റൂളിൽ നിന്ന് വശത്തേക്ക് വീണു. എന്നിരുന്നാലും പ്രൊഫസർ അംബ്രിഡ്ജ് പതറിയില്ല. മുഖത്ത് ദുഃഖകരമായ സംതൃപ്തിയോടെ അവൾ ഹാരിയെ തുറിച്ചു നോക്കുകയായിരുന്നു.
ഗ്രിഫിൻഡോറിൽ നിന്ന് 10 പോയിന്റുകൾ. മിസ്റ്റർ പോട്ടർ. ക്ലാസ് മുറി നിശബ്ദവും നിശ്ചലവുമായിരുന്നു. എല്ലാവരും അംബ്രിഡ്ജിനെയും ഹാരിയെയും ഉറ്റുനോക്കുകയായിരുന്നു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാം. പ്രൊഫസർ അംബ്രിഡ്ജ് എഴുന്നേറ്റ് അവളുടെ മുരടിച്ച വിരലുകളുള്ള കൈകൾ മേശയിൽ വെച്ചു. മരിച്ച ഒരു ഡാർക്ക് വിസാർഡ് തിരിച്ചെത്തിയെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അയാൾ മരിച്ചിട്ടില്ല, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു.